ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളോട് പറയട്ടെ, നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടെന്ന് അറിയാം. വരാൻ പോകുന്ന SSLC എക്സാമിനേഷനിൽ ഫുൾ A+ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സൈലത്തിൻ്റെ മൂന്നാമത്തെ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഓൾറെഡി 2 ബാച്ചുകൾ അത്രയും കുട്ടികൾ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ക്ലോസ് ചെയ്തിരുന്നു. മൂന്നാമത്തെ ബാച്ച് നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ കുട്ടികൾ സൈലത്തിലേക്ക് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സാർ ഇനി അഡ്മിഷൻ കിട്ടുമോ എന്നൊക്കെ. അതുകൊണ്ട് 3rd ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഒക്കെ ഇവിടെ സെറ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യുക. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയിൽ ചോദിക്കാറുള്ള ഒരു പാർട്ടാണ്. ഈ ഒരു ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാം? ഇവിടെ സർക്കിളിൻ്റെ ഡയമീറ്റർ അഥവാ വ്യാസമാണ് AB. ശരിയല്ലേ? സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ് AB. ABക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു കോഡാണ് CD. ABക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലംബമായിട്ടുള്ള ഒരു കോഡാണ് CD. അങ്ങനെയാണെങ്കിൽ അത് P എന്ന് പറയുന്ന ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളെ, നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ട്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് PA ഇൻറ്റു PB എന്ന് പറയുന്നത് എന്താണ്? PA ഇൻറ്റു PB PC സ്ക്വയർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ചിത്രത്തിൽ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരാറുള്ള ആ ഒരു ഇക്വേഷൻ. PA ഇൻറ്റു PB = PC സ്ക്വയർ. AB എന്ന് പറയുന്നത് വ്യാസമാണ്, CD എന്ന് പറയുന്നത് ABക്ക് ലംബമായിട്ടുള്ള ഞാണാണ്, CD ABക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കോഡാണ്. അങ്ങനെയാണെങ്കിൽ അത് P എന്ന് പറയുന്ന പോയിന്റിൽ കൂട്ടിമുട്ടുമ്പോൾ നമുക്ക് എന്ത് പറയാം? PA ഇൻറ്റു PB = PC സ്ക്വയർ. അത് നമുക്കറിയാം. സോ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരും, ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ തരും. ആ ക്വസ്റ്റ്യൻ ആൻസറും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, സോ ചോദ്യം ഇതാണ്. ഇവിടെ ഒരു സെമി സർക്കിൾ തന്നിട്ടുണ്ട്. ഈ സെമി സർക്കിളിൽ RS സൈഡായിട്ടുള്ള ഒരു സ്ക്വയർ നമ്മൾ വരച്ചിട്ടുണ്ട്. RS സൈഡായിട്ടുള്ള ഒരു സ്ക്വയർ നമ്മൾ വരച്ചിട്ടുണ്ട്. ഈ സ്ക്വയറിൻ്റെ ഏരിയ മക്കൾക്ക് തന്നിട്ടുണ്ട്. സ്ക്വയറിൻ്റെ ഏരിയ 36 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, RS സ്ക്വയർ അതെത്രയാ? 36 ആണ്. RS ആണ് സ്ക്വയറിൻ്റെ സൈഡ്, അതിൻ്റെ സ്ക്വയർ ആണ് സ്ക്വയറിൻ്റെ ഏരിയ. ശരിയല്ലേ? സ്ക്വയറിൻ്റെ സൈഡ് RS ആണ്. RS അത് സ്ക്വയർ ചെയ്താൽ 36 ആണ് ഏരിയ. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ RSൻ്റെ നീളമാണ്. RS എത്രയാപ്പോൾ? RS എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 36. ഏരിയൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. റൂട്ട് 36 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 6 സെൻറ്റിമീറ്റർ. ശരിയല്ലേ? 6 സെൻറ്റിമീറ്റർ 36ൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് എന്താ ചോദിച്ചിട്ടുള്ളത്? അടുത്തതായിട്ട് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് RQൻ്റെ നീളമാണ്. ശരിയല്ലേ? RQൻ്റെ നീളം എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ഇവിടെ PQ എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. PQ എന്ന് പറയുന്ന ഡയമീറ്റർ ആണ്. RS എന്ന് പറയുന്നത് അതിന് ലംബമായിട്ടാണ്, ഞാനിൻ്റെ കഷ്ണമാണ്. ശരിയല്ലേ? യെസ്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതി വെക്കാം PR ഇൻറ്റു RQ = RS സ്ക്വയർ. ഇതല്ലേ നമ്മളുടെ ഇക്വേഷൻ? RSൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്ക്വയറിൻ്റെ ഏരിയ ആണ്, അത് 36 ആണെന്ന് നമുക്കറിയാം. ശരിയാണല്ലോ? സോ PR 9 ഇൻറ്റു RQ എന്ന് പറയുന്നത് 36 ആണെന്ന് നമുക്ക് കിട്ടും. ശരിയല്ലേ? ശരിയല്ലേ? PR ഇൻറ്റു RQ എന്ന് പറയുന്നതാണ് ഈ സ്ക്വയറിൻ്റെ ഏരിയ. സോ RQ കാണാൻ എന്ത് ചെയ്താൽ മതി? RQ എന്ന് പറയുന്നത് 36 ഡിവൈഡഡ് ബൈ 9 ചെയ്താൽ മതി. ശരിയല്ലേ? യെസ്. 36നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 സെൻറ്റിമീറ്റർ. RQൻ്റെ നീളം എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണെന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ശരിയാണല്ലോ? ശരിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം പറയാം. ആ ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾ കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യണം. ഓക്കെ ആണോ? ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾ കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഈ നീളം PR എന്ന് പറയുന്നത് 9 സെൻറ്റിമീറ്ററും RQ എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്ററും ആണെന്ന് വിചാരിക്കാം. ഓക്കെ, PR എന്ന് പറയുന്നത് 9 സെൻറ്റിമീറ്ററും RQ എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്ററും ആണെങ്കിൽ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ?
സ്ക്വയറിൻ്റെ ഏരിയ ഓഫ് സ്ക്വയർ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അഥവാ സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ് എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അത് നിങ്ങൾ കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. സോ ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കൂടെ പോസ്റ്റ് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ 3rd ബാച്ചിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കാരണം നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കേണ്ടതുണ്ട്. SSLC എക്സാമിന് എല്ലാ വിഷയങ്ങളിലും നമുക്ക് A+ തന്നെ ഉറപ്പിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ദിവസേനയുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും പിന്നെ നിങ്ങൾക്കറിയാം യൂണിറ്റ് വൈസ് എക്സാമിനേഷനും ഡൗട്ട് ക്ലിയറൻസും അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഫീച്ചറുകളാണ് Xylem നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത്. അതും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ. സോ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് അഡ്മിഷൻ ഉറപ്പാക്കുക. നമുക്ക് ഇനിയും ഒരുപാട് അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ഈ ഭാഗത്ത് നിന്ന് വരയ്ക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ പറയാം. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.